ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 2022 ഇൻകം ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണുള്ളത് നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ഈസ് ടോട്ടൽ ഇൻകം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലത്തെ തിയറീസ് തന്നെയാണ് ഓൾമോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്, എന്താണ് ടോട്ടൽ ഇൻകം എന്നുള്ളത്. അപ്പോൾ ആ ടോട്ടൽ ഇൻകവും ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഓക്കെ, അതായത് നമ്മുടെ 5 ഹെഡ്സ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാം. രണ്ടാമത്തത് ഏതാണ് അസസ്മെൻറ്റ് ഇയർ എന്ന്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ എന്താണെന്നുള്ളത് അല്ലേ, ഏത് ഇയറിലാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്തത് അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഏത് ഇയറിലാണോ പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ് ചെയ്യുന്നത് അതിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ശ്രീ രമേശ് ഹു വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഇന്ത്യ വെൻറ്റ് ഫോർ ഫർദർ സ്റ്റഡീസ് ടു UK ഓൺ 1st March 2019 and came back to India on 1st October 2020. Early in the morning, find out his residential status for the assessment year 2021-22. ആ വർഷത്തിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ പറഞ്ഞ 2 റൂളുകൾ, ഒരാൾ റെസിഡൻ്റ് ആവാനുള്ള 2 റൂളുകളും, അതായത് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും ഒക്കെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്യുക, അതിന് ശേഷമാണ് നമ്മൾ ആ സ്റ്റാറ്റസ് കണക്കാക്കുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നതായിരുന്നു. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ആനുവൽ അക്രീഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ആനുവൽ അക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പർപ്പസിൽ ദ ഗ്രാജുവൽ ആൻഡ് ഇൻക്രിമെൻ്റൽ ഗ്രോത്ത് ഓഫ് അസറ്റ്സ് ആൻഡ് ഏർണിങ്സ് ഗ്രോത്ത് ടു ബിസിനസ് എക്സ്പാൻഷൻ, എ കമ്പനീസ് ഇൻറ്റേർണൽ ഗ്രോത്ത് ഓർ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. ഇൻകം ടാക്സിൻ്റെ പർപ്പസിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാജുവൽ ആയതും മെല്ലെ മെല്ലെ കൂടി വരുന്നതുമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആൻഡ് ഏർണിങ്സ് ഉണ്ടാവുക. അതെന്തിനും ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻറ്റേർണൽ ഗ്രോത്തിനോ. അക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് എന്താണ് ഇൻക്രീസ് ചെയ്ത് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെർജ് ചെയ്യാൻ, അക്വിസിഷൻ നടത്താൻ, ഇതിനൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് വാട്ട് ആർ ദ ഡിഡക്ഷൻസ് അലൗഡ് അണ്ടർ സെക്ഷൻ 16 പ്രകാരം വരുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണല്ലോ. അതായത് ഡിഡക്ഷൻ ഫ്രം സാലറി ആണ് അണ്ടർ സെക്ഷൻ 16 വരുന്നത്. അത് നമുക്കറിയാലോ, സാലറി എന്നുള്ള 3 ഡിഡക്ഷൻസ് ആണ്. ഒന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാക്സിമം 50,000 എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. അതിൽ തന്നെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ 3 കാര്യങ്ങളാണ് നമുക്കവിടെ നോക്കാനുള്ളത്. ഒന്ന്, എത്ര എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ് ചെയ്തു എന്നുള്ളതും, അവരുടെ ബേസിക് സാലറിയുടെ 1/5 എത്തിയത് നോക്കുക, പിന്നെ 5,000. ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് LTCG എന്താണെന്നുള്ളത്. അപ്പോൾ LTCG ഒക്കെ നമ്മൾ ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എപ്പോഴാണ് നമ്മളത് ക്യാപിറ്റൽ അസറ്റും അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്കുള്ള അസറ്റും അതിൻ്റെ ഗെയിനും ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ നെക്സ്റ്റ് പറയാവുന്നത് ദ ഫോളോയിങ് ആർ ദ അസറ്റ്സ് ഓഫ് മിസ്റ്റർ എ ആസ് ഓൺ 1st April 2020. ഡിപ്രീസിയേഷൻ 15% പറയുന്നുണ്ട്. മെഷീനറിയുടെ റിട്ടേൺ വാല്യൂ 3 lakh എന്ന് പറയുന്നുണ്ട്. കാറ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 2 lakhന് 1st August 2020. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 15% ആണ്. നമ്മളോട് അസസ്മെൻറ്റ് ചെയ്യല ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്ന പെർസെൻറ്റേജ് വെച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ അവിടെ കമ്പ്യൂട്ട് ചെയ്യുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഫ്രം ദ ഫോളോയിങ് കമ്പ്യൂട്ട് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പാണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് തന്നിട്ടുണ്ട്. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ന്യൂ റെസിഡൻഷ്യൽ ഹൗസസ് പർച്ചേസ് ചെയ്തതും സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. വാട്ട് ഇസ് STCG എന്താണെന്നുള്ളത് ഇതൊക്കെ ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാഷ്വൽ ഇൻകം എന്താണെന്നുള്ളത് എഗെയിൻ റിപ്പീറ്റേഷൻ ആണ്. 11 വാട്ട് ഇസ് ടാൻ, അതും നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 12ാമത്തെ എന്താണ് ടാക്സ് ഹോളിഡേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് വാട്ട് ഈസ് ഗ്രാറ്റുവിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. LTCG എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. 15 ക്വസ്റ്റ്യനിൽ ഓൾമോസ്റ്റ് 12-13 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നന്നായിട്ട് പഠിച്ചു പോകുക മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻകം ടാക്സിൻ്റെ 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൾറെഡി നമ്മൾ 21 ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ 23 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ 2 കാണുമ്പം ഇത് എന്താണ് ഓൾമോസ്റ്റ് നമുക്ക് റിപ്പീറ്റേഷൻ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻസ് മിസ്റ്റർ സുരേഷ് ഈസ് ഗെറ്റിംഗ് എ പെൻഷൻ ഓഫ് ₹12,000 per month from a company. During the previous year 2/3 പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് റിസീവ് ചെയ്തിരിക്കുന്നത് 7,38,000 ആണ്. അപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാൻ ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റഡ് എമൗണ്ട് എത്രയാണെന്നുള്ള കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് 2 കേസിൽ പറയുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി അതായത് ഗവൺമെൻറ് എംപ്ലോയി അല്ല, ഗവൺമെൻറ് എംപ്ലോയിക്ക് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ പ്രൈവറ്റ് എംപ്ലോയി ആണ് താനും. അത് 2 കേസിൽ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നതും കവർ ചെയ്യാത്തതും അതൊക്കെ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് ആർ ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം. പ്രീവിയസ് ഇയറിൽ തന്നിട്ടുണ്ട് ഇൻകം എന്തൊക്കെ: സാലറി, ബോണസ്, ഡോഗ് അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു RPF, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ആയിരിക്കും PFലേക്ക് വന്നതും, ഫ്രീ ലഞ്ചും, അതേപോലെ ഓഫീസിൽ കൊടുക്കുന്നതിൻ്റെ എംപ്ലോയർ ഹാസ് ഗിവൻ സ്മോൾ കാർ ഫെസിലിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തരികയാണെങ്കിൽ ഇൻകം ഫ്രം സാലറി മാത്രം ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ ഇൻകം ഓഫ് മിസ്റ്റർ ശ്യാം ആൻഡ് മിസ്സസ് ശ്യാം ഫോർ അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ 2 പേരുടെ ഇൻകമാണ്. മിസ്റ്റർ ശ്യാമിൻ്റെ ഇൻകം ബിസിനസ്സിൽ നിന്ന് 3,90,000 ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ 20,000 ഉണ്ട്. മിസ്സസ് ശ്യാമിൻ്റെ ഇൻകം സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് 2,50,000. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഗ്രോസ് ആണെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്കുകളാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫേമിന് കൊടുക്കുന്നുണ്ട് 4,000. ഇതിൻ്റെ ബേസിൽ 2 പേരുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡൊണേഷൻസ് കൊടുത്തൊക്കെ ചെക്കായിട്ടാണ് പറയുന്നത്. ഇവിടെയും ടാക്സബിൾ ഇൻകമാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ എക്സംഷൻസ് വരുന്നതൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട 50% കൊടുക്കണതും ഫുള്ളി എക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ എർത്ത് കേക്ക് റിലീഫ് ഫണ്ടും നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണിക്കുള്ളതും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ എമിനൻസും നാഷണൽ ചിൽഡ്രൻ ഫണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെയാണ് ഫുള്ളി എക്സെപ്റ്റഡ്, ഏതാണ് 50%, നോക്കിയിട്ട് വേണം ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ അഗെയിൻ ഈ 4 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, അവിടെ മെയിനായിട്ട് on the other hand is the income that is calculated after claiming eligible deductions. എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് എല്ലാം ക്ലെയിം ചെയ്തതിന് ശേഷമുള്ള ഇൻകമാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. എക്സംഷൻസും അലവൻസസ്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള അലവൻസുകൾ, എക്സംഷൻസ്, ഡിഡക്ഷൻസ് ഇതെല്ലാം കുറച്ചതിന് ശേഷമുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ടാക്സബിൾ ഇൻകം എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഇൻകം ഓൺ വിച്ച് ഇൻഡിവിജ്വൽസ് ടാക്സ് ലയബിലിറ്റി ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ 3-4 പോയിൻ്റ് അവിടെ എഴുതാനുള്ളത്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇൻകത്തിൻ്റെ മുകളിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടോ, അതേപോലെ തന്നെ എക്സംഷൻസ് ഉണ്ടോ, അലവൻസുകളുണ്ടോ, ഇതെല്ലാം കുറച്ചതിന് ശേഷമുള്ള ഇൻകത്തിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. വേറൊരു പേര് ടാക്സബിൾ ഇൻകമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ടാക്സബിൾ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ അതേസമയം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഗ്രോസ് ടോട്ടൽ. ഇത് ഈ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പം അവിടെ ഇത്രയേ ഉള്ളൂ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഇൻഡിവിജ്വലിന് 5 ഹെഡ്സിലൂടെ കിട്ടുന്ന ഇൻകമാണ്. അതിലാണെച്ചാലോ ഡിഡക്ഷൻസോ എക്സംഷൻസോ അലവൻസസ് ഒക്കെ കുറയ്ക്കുന്നതിന് മുന്നുള്ള ഇൻകമാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയണം.
ആൻഡ് ഈ 5 ഹെഡ്സ് ഏതാണെന്ന് കാണിക്കുക. അതായത് ഇൻകം ഫ്രം ഓൾ സോഴ്സസ്, സാലറിയും പ്രൊഫഷനും ക്യാപിറ്റൽ ഗെയിനും ഹൗസ് പ്രോപ്പർട്ടിയും അതർ സോഴ്സും എല്ലാം കൂടി അതിൽ ഒരു ഡിഡക്ഷനും ഉണ്ടാവാൻ പാടില്ല. പിന്നെ GTI എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ, ടോട്ടൽ ഇൻകം എന്താണെന്ന്. ഞാനതൊരു ബൈ മിസ്റ്റേക്ക് പറ്റിയോ എനിക്ക് ഓർമ്മയില്ല പറഞ്ഞപ്പം. കാരണം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ല കേട്ടോ, ടാക്സബിൾ ഇൻകം ആണ്. ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞു എന്നൊരു ഓർമ്മ എനിക്ക്. നമ്പർ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. കാരണം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എല്ലാ ഡിഡക്ഷനും അലവൻസുകളും എക്സംഷനും ഒക്കെ കുറച്ചതിന് ശേഷം എന്താണോ കിട്ടുന്നത് അതാണ് ടോട്ടൽ ഇൻകം. ഇതിന് ടാക്സബിൾ ഇൻകം എന്നും പറയും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എത്ര ടാക്സ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇത് ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത് എഴുതിക്കോളുക. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ റിപ്പീറ്റഡ് ആണ്. ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ. നമ്മളെപ്പോഴും പറഞ്ഞു പ്രീവിയസ് ഇയറിൽ എന്താണോ ഇൻകം ഏൺ ചെയ്തത് അതിൻ്റെ മുകളിലാണ് ടാക്സ് പേ ചെയ്യാറുള്ളത്. ഡു യു ഫുള്ളി അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഇഫ് നോട്ട് വാട്ട് ആർ ദ എക്സംഷൻസ്? നമ്മളോട് അഗ്രി ചെയ്യുന്നുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ എന്താണോ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തത് അതിൻ്റെ മുകളിൽ തന്നെയാണ് ടാക്സ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ 22ാമത്തെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ അസൻസ്, വീണ്ടും ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സംപ്റ്റ് ഫ്രം ടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു 9 പോയിൻറ്റോളം ഏകദേശം വരുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സംഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 243 പേജ് നമ്പറിലാണ് അത് വരുന്നത്. ക്യാപിറ്റൽ അസറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോളുക. അതിൻ്റെ കുറേ എക്സംഷൻസ് ഒക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 9 പോയിൻ്റ് അവിടെ വരുന്നുണ്ട്. അതായത് ആ പോയിന്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ക്യാപിറ്റൽ ഗെയിൻ എന്തെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്ഷൻ 54 ഇതൊക്കെ പറയുന്നത് കേട്ടോ. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. അതിലൊക്കെ എത്ര എമൗണ്ട് എക്സംഷൻ കിട്ടുന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഏതെങ്കിലും ഒരു ലാൻഡും ബിൽഡിങ്ങും നമ്മൾ കമ്പൽസറി അക്വയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് എക്സംഷൻ ഉണ്ടായിരിക്കും. പിന്നെ ലോങ് ടേം അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുക ഒരു സ്പെസിഫൈഡ് അസറ്റിലേക്ക്, അതുമൂലം നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. പിന്നെ 1/4/2016 അതിന് മുന്നെയോ അല്ല അതിന് ശേഷമോ ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കുക. പിന്നെ റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത ലോങ് ടേം അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൺ ഏരിയ ടു നോൺ അർബൺ ഏരിയ. ഒരു അർബൺ ഏരിയയിൽ നിന്ന് നോൺ അർബൺ ഏരിയയിലേക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാണ്ടം ഓഫ് എക്സംഷൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അർബൺ ഏരിയയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ആൻഡ് 9ാമത്തെ പോയിന്റിൽ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ പറയാനുള്ളൊരു കേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് വീണ്ടും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണെന്ന് ഓർക്കണം. വാട്ട് ആർ ദ ഡിഡക്ഷൻ അലൗബിൾ അണ്ടർ സെക്ഷൻ 57? എനിക്ക് തോന്നുന്നു ഇത് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 57 കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എനി റീസണബിൾ സം സ്പെൻഡ് ബൈ കമ്മീഷൻ or remuneration to a banker or any other person to realize such dividend or interest on behalf of the assessee. അസസിക്ക് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ റിയലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളോ അവർക്ക് ഇതിൻ്റെ ഒരു തുക ചിലവഴിക്കേണ്ടി വരിക, കമ്മീഷൻ കൊടുത്തിട്ടോ റെമ്യൂണറേഷൻ കൊടുത്തിട്ടൊക്കെ ഒരു തുക ചിലവഴിക്കേണ്ടി വന്നാൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു 57 പറയുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഇത് കാണുന്നത് കേട്ടോ. ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ബാങ്കുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ബാങ്കിനോ അല്ലെങ്കിൽ
അതായത് പേജ് നമ്പർ 281 ഡിഡക്ഷൻ അലൗബിൾ അണ്ടർ ഹെഡ് ഇൻകം ഫ്രം മദർ സോഴ്സ്, അതാണ് നിങ്ങൾ പഠിക്കേണ്ട പോയിൻ്റ്. ഓക്കെ, അതിൽ ഏകദേശം 8 പോയിൻ്റ് വരുന്നുണ്ട്. ആ 8 പോയിൻ്റ് പഠിച്ചോളൂ. ഡിഡക്ഷൻ ഒന്ന് ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. അതും ഉന്നത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇതന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻ്റ് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു അസസ്സിക്ക് വേണ്ടിയിട്ട് റിയലൈസ് ചെയ്യണം എമൗണ്ട്, ബാങ്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണോ എന്തെങ്കിലും റെമ്യൂണറേഷനോ കമ്മീഷനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമ്മ് നമുക്ക് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നമ്മൾ ഒരു ടാക്സബിൾ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻസ് കിട്ടും. ആൻഡ് എമൗണ്ട് ക്രെഡിറ്റഡ് ബൈ എംപ്ലോയർ ടു ദ എംപ്ലോയീസ് അക്കൗണ്ട് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ടു എനി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ഓഫ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് മെഷീനറിയോ പ്ലാന്റോ ഫർണിച്ചറോ ബിൽഡിങ്ങോ ഒക്കെ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന ഡിഡക്ഷൻസ്. പിന്നെ പറഞ്ഞെങ്കിൽ ഫാമിലി പെൻഷനാണ്. പിന്നെ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് എ ഹൗസ്, ഇൻട്രസ്റ്റ് കോമ്പൻസേഷൻ റിസീവ്ഡ്. പിന്നെ അതേപോലെ ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ഏർണിംഗ് ഇൻകം ഈസ് ഡിഡക്റ്റബിൾ. ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ വിന്നിംഗ് ഫ്രം ലോട്ടറിയോ കോസ്റ്റ് ഓഫ് ലോട്ടറി ടിക്കറ്റ് പർച്ചേസ് കനോട്ട് ബി ഡിഡക്റ്റഡ്. വിന്നിംഗ് ഫ്രം ലോട്ടറി എടുക്കാം, പക്ഷേ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്ന ചിലവ് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 57 എന്താണെന്ന് ചോദിച്ചാൽ പേജ് നമ്പർ 281 ഇൻകം ഫ്രം മദർ സോഴ്സിലത്തെ ഹെഡിങ്ങിൽ വരുന്ന ഡിഡക്ഷനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു 3-4 ക്വസ്റ്റ്യൻ വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഇവിടെ പറയാനുള്ളൊരു കാരണം. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഒന്ന് പഠിച്ചു പോവുക കേട്ടോ ഈ ടോപ്പിക്കുകൾ. ഇതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാ തിയറി ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. 24ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് മിസ്റ്റർ എക്സ് പ്രൊവൈഡ്സ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഹിസ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ എൻഡഡ് 31st മാർച്ച്. ഇൻകം തന്നിട്ടുണ്ട്. ബേസിക് സാലറി 40,000, ബോണസ് 1 lakh, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഓൺ ചെയ്തിട്ടുണ്ട്, അതിനെ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മന്ത്ലി റെൻറ്റ് 10,000 ആണ്. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട് 96,000. മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നുണ്ട് 12,000 പെർ ആനം. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട് ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഡിബഞ്ചറിൽ നിന്ന് 9,000. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരുന്നുണ്ട് 4,400. ഈ പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ₹20,000 ഉണ്ട് 2017 എടുത്തിരിക്കുന്ന ഒരു പോളിസിയുടെ ഭാഗമായിട്ട്. പിന്നെ പറഞ്ഞെങ്കിൽ ഹി ഓൾസോ പെയ്ഡ് ദ ഫോളോയിങ് ഡൊണേഷൻസ് ചെക്ക് വഴി കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂർ മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഒരു 65,000 രൂപ. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടിലേക്ക് 7,000 കൊടുത്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് ഒരു 10,000 കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞത് ടോട്ടൽ ഇൻകം ആണ് കേട്ടോ. അതായത് എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞിട്ട് ടാക്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഇൻകം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ക്ലോത്ത് മെർച്ചൻറ്റിൻ്റെയാണ് തന്നിരിക്കുന്നത്. അവരുടെ P&L അക്കൗണ്ടൊക്കെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. സാലറിയും റെൻറ്റും ഡൊമസ്റ്റിക് എക്സ്പെൻസും TDS അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പെൻസും ഇൻകം ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. ഇൻഫർമേഷനിൽ റെൻറ്റും ടാക്സും ഒക്കെ 2,000 രൂപ മുനിസിപ്പൽ ടാക്സ് അടങ്ങിയതാണ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് പോളിസി 18,000, അതിൻ്റെ വാല്യൂ ഡൊണേഷൻ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തിട്ടുണ്ട്. പെർമിസിബിൾ ഡിപ്രീസിയേഷൻ 4,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇതിൻ്റെയൊക്കെ ബേസിസിൽ കണ്ടുപിടിക്കാം ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കേട്ടോ. അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് 26ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ വാട്ട് സർക്കംസ്റ്റൻസസ് ദ ഇൻകം ഓഫ് വൺ പേഴ്സൺ ട്രീറ്റഡ് ആസ് ദ ഇൻകം ഓഫ് അതർ പേഴ്സൺ. സെയിം ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ക്ലബിംഗ് ഓഫ് ഇൻകം ഏതൊക്കെ ആരുടെയൊക്കെ ഇൻകം ആയിട്ടാണ് അസസ്സിയുടെ ഇൻകം മിക്സായി കിടക്കുന്നത്, അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. 27ാമത്തെ ക്വസ്റ്റ്യനിലും സെയിം ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് എനി 10 ഐറ്റം ഓഫ് ഇൻകം വിച്ച് ക്യാൻ ബി ഇൻക്ലൂഡഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ഉള്ള ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു 10 ഇൻകംസ്, അതും സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പം നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ഇതിലിപ്പോൾ പറഞ്ഞ തിയറി ക്വസ്റ്റ്യനും വന്നിരിക്കുന്ന പ്രോബ്ലംസ് ഏതൊക്കെ പോർഷനിൽ വന്നിട്ടുണ്ട് നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ട്, സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്, ഹൗസ് റെൻറ്റ് ഹൗസ് പ്രോപ്പർട്ടി
ആനുവൽ വാല്യൂ വെച്ച് കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അധികം വരാത്തത് ബിസിനസ് ഓർ പ്രൊഫഷനാണ്. ഇപ്പോൾ അത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാറ്റും കവർ ചെയ്തിട്ടാണ് ഇവിടെ ചോദിച്ചത്. ക്യാപിറ്റൽ ഗെയിനിൽ ആ ഒരു ഇൻഡെക്സേഷനും ഒക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രോബ്ലംസ് എവിടെ നിന്നൊക്കെ വന്നു നോക്കിയിട്ട് അതേപോലത്തെ പ്രോബ്ലംസ് ഒന്ന് പഠിച്ചു വെക്കുക. പറ്റാവുന്ന അത്രയും നമുക്ക് ചെയ്യാം. ഫൈനൽ ആൻസർ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതല്ല, നമുക്ക് എന്താണോ കിട്ടുന്നത് അതുവരേക്ക് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഷൻസ് മനസ്സിലായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലം വന്നാൽ ചെയ്യാൻ കിട്ടും. തിയറി എന്തായാലും ഇതേപോലെ തന്നെ ഈ പറഞ്ഞ തിയറീസൊക്കെ ഒന്ന് പഠിക്കുക. അതിനോട് തൊട്ട് നിൽക്കുന്ന കാര്യങ്ങളൊന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും നോക്കുക. ഓരോ ഹെഡിങ്ങിലും ഇപ്പം ആദ്യത്തെ ഇൻകം ഫ്രം സാലറി എടുക്കുകയെന്ന് വെച്ചാൽ അതിലത്തെ ഡിഡക്ഷൻസ് നോക്കുക. ഹൗസ് റെൻറ്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നോക്കുമ്പം അതിൽ ഗ്രോസ് ആനുവൽ വാല്യൂ, നെറ്റ് ആനുവൽ വാല്യൂ, അതേപോലെ തന്നെ അതിൽ വരുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് അത് പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്ത ഹെഡിങ് എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അതിൽ അലവബിൾ ആയിട്ടും ഡിസലവബിൾ ആയിട്ടുള്ളൊക്കെ എക്സ്പെൻസും ഇൻകമൊക്കെ എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രൊഫഷൻ്റെ ഒരേ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വന്നിട്ടുള്ളൂ, അത് ഇതുവരെ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ എന്താണ് STCG, LTCG, അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചോളുക. പിന്നെ ഇൻഡെക്സേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആ പ്രോബ്ലം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കേണ്ടത്, ഇമ്പ്രൂവ്മെൻറ്റും അതൊക്കെ ലെസ് ചെയ്യേണ്ടത് ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ ടോട്ടൽ കൺസിഡറേഷൻ എത്ര കിട്ടി, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വയറിങ്ങും ഇമ്പ്രൂവ്മെൻറ്റും ഇൻഡെക്സേഷൻ വഴിയുള്ളതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കുള്ളത് ഇൻകം ഫ്രം മദർ സോഴ്സിന് എന്തായാലും ഒരു 10 ഇൻകം ഫ്രം മദർ സോഴ്സ്, വെറും പേരുകളല്ല പഠിക്കേണ്ട, ഒപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടിയിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു 10 ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു 10 നോക്കി അതിൻ്റെ എക്സ്പ്ലനേഷനോട് കൂടി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് വരാൻ കൂടുതൽ സാധ്യത ഉള്ളത്. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. കാരണം ചിലതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഓൾറെഡി അത് മുന്നത്തെ 1-മത്തെയോ 2-മത്തെയോ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയി നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പഠിച്ചു പോയാൽ തന്നെ 60 മാർക്കോളം നമുക്ക് ഈസി ആയിട്ട് തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ഇൻകം ടാക്സ്. കാരണം നമുക്ക് പാർട്ട് സിയിലേക്കൊക്കെ വരുമ്പോൾ 2 തിയറി ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്, 2 പ്രോബ്ലവും വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും. അതേപോലെ തന്നെ ആ കണ്ടീഷൻസ് പഠിച്ചു വയ്ക്കുക, റെസിഡൻ്റ് ആവാനുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ 3 ക്വസ്റ്റ്യൻ പേപ്പറും പരമാവധി അതിൻ്റെ പ്രോബ്ലം പേപ്പറൊന്നും ഇപ്പം നമുക്ക് ചെയ്യാനുള്ളൊരു സമയമൊന്നുമില്ല. ജസ്റ്റ് അത് ഇടാൻ കാരണം എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ്, എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇട്ടത്. അല്ലാണ്ട് അതിൻ്റെ ആൻസർ കീ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാനുള്ള ഒരു സമയം കൂടി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ബാക്കി ഓൾമോസ്റ്റ് പറ്റാവുന്ന പോലെ തന്നെ ടാക്സിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വീഡിയോ കൂടി ചെയ്യാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ മാക്സിമം ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയായിരിക്കും നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആൻഡ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്